എറണാകുളം ആലുവ അടുവാത്തുരത്തിലെ 2 റോഡുകൾ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ അനാസ്ഥ മൂലം ഗതാഗത യോഗ്യമല്ലാതായി. ജൽജീവൻ പദ്ധതിക്കായി കുഴിച്ച റോഡ് പഴയപടിയാക്കാതെ വന്നതോടെയാണ് 2 റോഡുകൾ തകർന്നത്. റോഡിനേക്കാൾ ഉയരത്തിലുള്ള ഓടകൾ ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടാണ് മറ്റൊരു ദുരിതം. രൂക്ഷമായ വെള്ളക്കെട്ടുണ്ടായിട്ടും റോഡ് പുനർനിർമ്മാണത്തിൽ മൗനം തുടരുകയാണ്. 8 മാസം മുമ്പാണ് ജൽജീവൻ പദ്ധതിയുടെ ഭാഗമായി മാമ്പ്ര പറയിലിപ്പള്ളം റോഡും മരങ്ങാട്ടുപള്ളം സബ് റോഡും പൊളിച്ചത്. കുഴിച്ച റോഡ് പകരം ടാർ ചെയ്തില്ല, വെറുതെ മണ്ണിട്ട് നികത്തിയെന്നു മാത്രം. ചെളിയും മാലിന്യങ്ങളും മൂടി റോഡിന് സമീപത്തെ ഓടകളും മൂടി. വേനൽ മഴ കനത്തതോടെ റോഡിൽ മുഴുവൻ വെള്ളക്കെട്ടായി. ഇതോടെ അടുവാതുരുത്തിലെ 70 കുടുംബങ്ങളാണ് പാതയിലെ വെള്ളക്കെട്ട് കാരണം ദുരിതത്തിലായത്. സ്കൂളിലെ വിദ്യാർത്ഥികളും അതുപോലെ രോഗികൾ, ഇതിപ്പോ തൊട്ടടുത്തുള്ള വീടിന്റെ ഭാഗത്തുള്ള അവിടുത്തെ ഒരു നിത്യരോഗിയുണ്ട്. അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതിന് ഒരു ഓട്ടോറിക്ഷ വിളിച്ച് അവർ ഓട്ടോറിക്ഷ റോട്ടിലേക്ക് ഇറക്കില്ല. റോട്ടിലേക്ക് കൊണ്ടുവരാതെ ഇവിടുന്ന് കസേരയിൽ ഇരുത്തി ഓട്ടോറിക്ഷയിൽ കയറ്റി കൊണ്ടുപോകുന്ന സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട്. ഇത്രയും നാളെ ഈ പഞ്ചായത്തിനും മറ്റുള്ള ആൾക്കാർക്ക് ഒക്കെ പരാതി കൊടുത്തിട്ട് യാതൊരു ഇതുമില്ല. ഈ റോഡ് നന്നാക്കാൻ പോകണമെന്നും പറഞ്ഞ ആൾക്കാർ വന്ന് കുറേയൊക്കെ വെച്ച് കൂട്ടിയിട്ട് ആളിലും ഇല്ല, ഒന്നുമില്ല. വെള്ളം വരും ഇത് തന്നെ കോലം. ഇതാണ് ഇവിടുത്തെ സ്ഥിതി. മാമ്പ്ര പറയിലിപ്പള്ളം റോഡിന് സമീപം ഓടയുണ്ട്. എന്നാൽ ഓടയിലേക്ക് വെള്ളമെത്തണമെങ്കിൽ റോഡ് ഉയരണം, അല്ലെങ്കിൽ ഓട താഴ്ത്തി നിർമ്മിക്കണം. ഇത് രണ്ടുമില്ല. വേനൽ മഴ കൂടിയെത്തിയതോടെ കുണ്ടും കുഴിയും നിറഞ്ഞ റോഡുകളിൽ കനത്ത വെള്ളക്കെട്ടായി. 2 റോഡുകളിലൂടെയും കാൽനടയാത്ര പോലും ദുസ്സഹം. റോഡിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് അധികൃതർക്ക് പരാതി നൽകിയിട്ടും ഒരു നടപടിയും ഉണ്ടായില്ല. റോഡും കാര്യം കൂടി ശരിയാക്കി തരാൻ പറഞ്ഞിട്ട് അതും ശരിയാക്കി തന്നില്ല. എന്റെ വീടിന്റെ ചുറ്റിനാണെങ്കിൽ വെള്ളമാണ്. മഴയായി കഴിഞ്ഞൊന്ന് പുറത്തേക്ക് ഇറങ്ങാനോ കൊച്ചിനൊന്ന് പുറത്തിറങ്ങി കളിക്കാനോ പറ്റില്ല. കഴിഞ്ഞ 25 വർഷമായിട്ട് ഞങ്ങളിപ്പോ ഇവിടെ വെള്ളത്തിന്റെ ബുദ്ധിമുട്ട് വളരെയധികം അനുഭവിക്കുന്ന ഒരു ആൾക്കാരാണ് ഞങ്ങൾ. പഞ്ചായത്തിൽ കൊണ്ടുപോയി അപേക്ഷ കൊടുത്തു, അതിന് പോലും ഞങ്ങൾക്കൊരു തീരുമാനം പോലും ആയിട്ടില്ല. റോഡുകളുടെ മോശം അവസ്ഥ കാരണം ഇതുവഴി വാഹന ഗതാഗതവും നിലച്ചു. വേനൽ മഴയ്ക്ക് പിന്നാലെ കാലവർഷം കൂടിയെത്തുന്നതോടെ വെള്ളക്കെട്ട് ഉയരും. റോഡുകൾ രണ്ടും തീരെ ഉപയോഗയോഗ്യമല്ലാതാകും. സ്കൂൾ തുറക്കാനായതോടെ വെള്ളക്കെട്ടുള്ള റോഡിലൂടെ കുട്ടികളെ എങ്ങനെ വിടുമെന്നാണ് രക്ഷിതാക്കളുടെ ആശങ്ക. റിപ്പോർട്ടർ, കൊച്ചി.